السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അൽ ഹാഫിദ് നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ അർബഊനാണ് നമ്മൾ വായിച്ചു വരുന്നത്. ഇമാം നവവിയുടെ 40 ഹദീസുകൾ എന്നറിയപ്പെടുന്ന ഈ ഹദീസിലെ 16-ാമത്തെ ഹദീസാണ് ഇൻഷാ അള്ളാഹ് നമുക്കിന്ന് മനസ്സിലാക്കാനുള്ളത്. കഴിഞ്ഞ ഹദീസ് വായിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, പണ്ഡിതന്മാർ പറഞ്ഞ 4 ഹദീസുകൾ. ഈ 4 ഹദീസുകളെ അവർ പറഞ്ഞിട്ടുള്ളത് അത് ഉസൂലുൽ ആദാബ് എന്നാണ്, മര്യാദകളുടെ അടിസ്ഥാനങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഹദീസുകൾ എന്നാണ്. അതിൽപ്പെട്ട ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ ഇൻഷാ അള്ളാഹ് വായിക്കാനുള്ള ഹദീസ്. ആ 4 ഹദീസുകൾ നമ്മളന്ന് പറഞ്ഞിരുന്നു. ഒന്നാമത്തെ ഹദീസ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ഒരു മനുഷ്യൻ അയാൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം തൻ്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ അവൻ്റെ ഈമാൻ പൂർത്തിയാകുന്നില്ല എന്ന ഹദീസാണ്. രണ്ടാമത്തെ ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച ഹദീസാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആരല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അതുപോലെ ആരല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ ഫല്യുക്രിം ജാറഹു, അവൻ്റെ അതിഥി അവൻ്റെ അയൽവാസിയെ അവൻ ആദരിക്കട്ടെ. അതുപോലെ ആരല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ ഫല്യുക്രിം ദൈഫഹു, അവൻ അവൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. ഈ ഹദീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. മൂന്നാമത്തെ ഹദീസായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ഹദീസാണ്, ലാ തഗ്ലബ്, നീ കോപിക്കാൻ പാടില്ല എന്ന ഹദീസാണ്. മര്യാദകളുടെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല സ്വഭാവ ഗുണങ്ങൾ അയാൾക്ക് സ്വായത്തമാക്കാൻ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഹദീസിലുണ്ട് എന്നാണ്. 4-ാമത്തെ ഹദീസ് നമ്മൾ നേരത്തെ വായിച്ചൊരു ഹദീസ് തന്നെയാണ്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഹുസ്നുൽ ഇസ്ലാമിൽപ്പെട്ട കാര്യമാണ് അയാളെ ബാധിക്കാത്തതായ കാര്യത്തിൽ നിന്നും അവൻ എന്ത് ചെയ്യുക, അത് മാറി നിൽക്കുക, ഉപേക്ഷിക്കുക. അയാൾക്കത് ബാധിക്കുന്ന ആവശ്യമുള്ള കാര്യമാണോ അതിൽ അയാൾ പണിയെടുക്കുക, അതല്ല എങ്കിൽ അത് ഉപേക്ഷിക്കുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഹദീസ് സഹോദരങ്ങളെ ഒരൊറ്റ വാക്ക് അല്ലെങ്കിൽ 2 കലിമത്ത് മാത്രമുള്ള ഒരു ഹദീസാണ്. പക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഖൈറുകൾ ഈ ഹദീസ് നമ്മൾ ശരിക്കും പിൻപറ്റി കഴിഞ്ഞാൽ, ഇതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. 16-ാമത്തെ ഹദീസ് അത് ഉദ്ധരിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയുന്നു, അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസിനി ഖാൽ ലാ തഗ്ലബ് ഫറദ്ദദ മിറാറൻ ഖാല ലാ തഗ്ലബ് റവാഹുൽ ബുഖാരി. അബൂ ഹുറൈറ ഇമാം ബുഖാരിയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഒരു ഹദീസാണിത്. ഈ ഹദീസ് അത് ഒരൊറ്റ വാക്ക് അതിലുള്ളൂ എങ്കിലും സഹോദരങ്ങളെ അതിൻ്റെ അർത്ഥവും അതുപോലെ അത് അമലാക്കേണ്ട കാര്യവും വിശാലമായ വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യത്തിൽപ്പെട്ട കാര്യമാണ്. എന്താണ് ഈ ഹദീസിൽ പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരു മനുഷ്യൻ റജുലൻ ഖാല ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസിനി, ഒരു മനുഷ്യൻ വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുന്നുണ്ട്, എന്ത്? ഔസിനി, എന്നെ ഉപദേശിക്കണം എന്ന് പറയാം. ഇവിടെ ആരാണ് ഈ റജുൽ, ആരാണ് ഈ മനുഷ്യൻ വന്ന് ചോദിച്ചത് ആരാണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പരാമർശിക്കുന്നില്ല. അബൂ ഹുറൈറ ആരാന്ന് പറയുന്നില്ല. എന്നാൽ ഇമാം അഹ്മദിൻ്റെ അടുക്കലൊക്കെയുള്ള ചില ഹദീസുകളിൽ അദ്ദേഹത്തിൻ്റെ പേര് ജാജിദ് ബിൻ ഖുദാമ അസ്സഅദി എന്നാണെന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പല പണ്ഡിതന്മാരും ഇത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനമുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിക്ക് ഉപദേശം കൊടുത്തു, അല്ലെങ്കിൽ ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഉപദേശം തേടി എന്നെല്ലാം പറയുമ്പോൾ ആ വ്യക്തി സ്വഹാബിയായിരിക്കും. തീർച്ചയായും ആ വ്യക്തി സ്വഹാബിയായിരിക്കും. അപ്പോൾ ആ സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആരാണ്, എന്താണ് എന്ന് അറിയുക എന്നുള്ളത് ഉസൂലുൽ ഹദീസിൻ്റെ ഹദീസ് നിദാന ശാസ്ത്ര പ്രകാരം നമുക്ക് നിർബന്ധമുള്ള കാര്യമേ അല്ല. കാരണം സ്വഹാബിയുടെ അദാലത്ത്, അയാൾ സ്വീകാര്യനാണോ അല്ലേ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതായ യാതൊരു ആവശ്യവുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ട ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ വന്ന മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന കാര്യമേ അവിടെ നോക്കേണ്ടതുള്ളൂ. എന്താണ് ചർച്ച ചെയ്യുന്ന എന്ന കാര്യം അവിടെ നോക്കിയാൽ മതി. എന്താണ് അതിൽ പറയുന്നത്? അദ്ദേഹം പറയുന്നു, ഔസിനി, അള്ളാഹു റസൂലിനോട്
അദ്ദേഹം പറയാണ് ഔസിനി, എനിക്ക് വസിയത്ത് നൽകണം എന്നാണ് പറയുന്നത്. അപ്പോൾ വസിയ എന്ന് പറയുന്ന വാക്കിനർത്ഥം പണ്ഡിതന്മാർ പറയാറുള്ളത് അത് അംറുൻ ജാമിഉൻ നാഫിഉൻ എന്നാണ്. സമഗ്രമായ ഉപകാരമുള്ള ഒരു കാര്യത്തിനാണ് വസിയത്ത് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ നസീഹത്ത് എന്ന് പറയാറുണ്ട്, ഉപദേശം, എനിക്കൊരു ഉപദേശം തരണം എന്ന് പറയും, എനിക്കൊരു ഉപദേശം നൽകണം എന്നുള്ള നിലക്ക് നസീഹത്ത് എന്ന് പറയും. അതിനേക്കാൾ സമഗ്രമായ പദമാണ് വസിയത്ത് എന്ന് പറയുന്നത്. മലയാളത്തിൽ വേണമെങ്കിൽ ബലവത്തായ ഉപദേശം എന്ന് പറയാം. വസിയത്ത് എന്ന വാക്കിന് ബലവത്തായ ഉപദേശം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരുപാട് ഉപകാരങ്ങൾ നിറഞ്ഞ സമഗ്രമായൊരു പദമാണ് അത് വസിയത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിരിക്കും വസിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുക. ഈ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ചോദിക്കുന്നത് പോലെയാണ്, ഇഹദ് ഇല ബി അംരിൻ ജാമിഉൻ നാഫിഅ, എനിക്ക് വളരെയധികം ഉപകാരമുള്ള സമഗ്രമായൊരു കാര്യം എനിക്ക് പറഞ്ഞു തരണം എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത് പോലെയാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു വസിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദിലാലത്തു അലൽ ഖൈർ, നന്മയിലേക്ക് വഴി കാണിച്ചു തരിക എന്നുള്ളതാണ് വസിയത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഔസിനി, എനിക്ക് വസിയത്ത് നൽകണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുല്ലനി അലാ അഖ്യരി മാ തഅലമുലി, താങ്കൾക്കറിയുന്ന ഏറ്റവും ഒരു നന്മ, ഏറ്റവും നല്ലൊരു നന്മ താങ്കൾ എനിക്ക് കാണിച്ചു തരണം, എനിക്ക് പറഞ്ഞു തരണം, ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പോൾ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, ഒരു വലിയ അതീവ തൽപരരാണ്. അവർക്ക് ഏറ്റവും നല്ല ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ എന്താണ്? പല ചോദ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് അയ്യുൽ അമലി അഫ്ളൽ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഏതാണ്? അത് പറഞ്ഞു കൊടുത്താൽ സുമ്മ ഐ, പിന്നെ ഏതാണ്? സുമ്മ ഐ, അങ്ങനെ അവർ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളത് ചോദിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും വലിയ പാപം ഏതാണ്, പിന്നെ ഏതാണ്, പിന്നെ ഏതാണ് എന്ന രൂപത്തിൽ അവർ ചോദിക്കുമായിരുന്നു, അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് വേണ്ടി. അതുപോലെ ഒരുപാട് നന്മകൾ, ചില റിവായത്തുകളിൽ അവർ എനിക്ക് അള്ളാഹുവിൻ്റെ സ്നേഹവും അതുപോലെ തന്നെ അടിമകളുടെ സ്നേഹവും കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയെ? ആ രൂപത്തിലൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഏതാണ്, അള്ളാഹുവിൻ്റെ കോപമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഏതാണ്, ഇങ്ങനെ എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു സഹാബിയും സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാണ്? അത്തരം നന്മകൾ ചോദിക്കുകയാണ്. ഇനി ഇതിൽ നമുക്കുള്ള പാഠം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അങ്ങനെയുള്ള വലിയ പണ്ഡിതന്മാരെ കാണാനുള്ള ഒരവസരം ലഭിക്കുകയാണ് എങ്കിൽ, അത്ര വലിയ പണ്ഡിതന്മാരെ ദീൻ പഠിക്കുന്ന ആളുകൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അവരെന്ത് ചെയ്യണം? ആ രൂപത്തിൽ നന്മകൾ അവരോട് പരമാവധി ചോദിക്കണം. അത് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതായ, അവർക്കുള്ള അമല് ചെയ്യാനായ ഒരുപാട് നന്മകൾ, തൻ്റെ നാട്ടിലേക്ക് വേണ്ട നന്മകൾ, ഇങ്ങനെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഇതിൽ നിന്നൊരു പാഠമാണ്. സഹാബികൾ കാണിച്ചു തന്നൊരു മാർഗ്ഗമാണത്. സഹാബികളെ സംബന്ധിച്ചിടത്തോളം അലമുൽ ഉമ്മത്തിൽ ഏറ്റവും അറിവുള്ള ആളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ അവർ പരമാവധി എന്ത് ചെയ്യണം? അവരുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കിട്ടിയാൽ, പ്രത്യേകിച്ചും വിദേശ നാടുകളിലൊക്കെ പോകാനുള്ള തൗഫീഖ് കിട്ടിയാൽ, നമ്മൾ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തേണ്ട ഒരു കാര്യം അത് ആ പണ്ഡിതന്മാരോട് നമുക്ക് സാധിക്കുന്നത് പോലെ ചോദിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഭാഷ ഒരു തടസ്സമാണെങ്കിൽ അത്തരം ഭാഷ അറിയുന്ന ആളെ കൂട്ടിക്കൊണ്ടുപോയി ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ പണ്ഡിതന്മാരോട് നമുക്ക് വേണ്ട ഹൈറുകൾ ചോദിച്ചു മനസ്സിലാക്കുക. ഇത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. സ്വഹാബികൾ അവരുടെ ജീവിതത്തിലുടനീളം പുലർത്തി പോന്നിട്ടുള്ള കാര്യമാണ്. ശേഷക്കാരായ താബിഈങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. താബിഈങ്ങൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? മഹാന്മാരായ സ്വഹാബികളുടെ അടുക്കലേക്ക് വന്നിട്ട് ഇതുപോലെയുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ചോദിച്ചറിയുകയും അതുപോലെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ അവരിൽ ഉണ്ടാകുന്ന സമയത്ത് മഹാന്മാരായ പണ്ഡിതന്മാരിലേക്ക് മടക്കുകയും അങ്ങനെ അതിൻ്റെ തീരുമാനങ്ങൾ അവർ കണ്ടെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കുള്ള പാഠമാണ് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇവിടെ പണ്ഡിതന്മാർ പറയാണ്, ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഒരു ബാധ്യതയിൽപ്പെട്ടതാണ് ഈ വ്യക്തിക്ക് വേണ്ട നന്മകൾ, വസിയത്തായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് അറിയുകയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ചെയ്തതുപോലെ അയാൾക്ക് വേണ്ട പ്രത്യേക വസിയത്ത് തന്നെ കൊടുക്കുക. ഇനി അതല്ല, ആ വ്യക്തിയുടെ പ്രത്യേക ഒരു ഹാല് നമുക്കറിയില്ല, ആ വ്യക്തി ഒരു പൊതുവായൊരു മനുഷ്യനെ പൊതുവായൊരു ഉപദേശം ചോദിച്ചതാണെങ്കിൽ പൊതുവായിട്ടുള്ള വസിയത്തുകൾ, അതായത് അള്ളാഹുവിനെ സൂക്ഷിക്കുക, തഖ്വ, തൗഹീദിൻ്റെ കാര്യം, സുന്നത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിൻ്റെ കാര്യം,
അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപദേശിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വ്യക്തിയോട് തൗഹീദിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, ആ രൂപത്തിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുള്ളത് ലാ തഗ്ലബ് എന്നാണ്, നീ കോപിക്കരുത് എന്നാണ്. പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഈ വ്യക്തിയെക്കുറിച്ച് അറിയാം, ഈ ഒരു മനുഷ്യൻ ഭയങ്കര കോപമുള്ളൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ ഒരു ഉപദേശം കിട്ടുക എന്നുള്ളതാണ് അയാൾക്ക് ഏറ്റവും വലിയ ഖൈർ, അല്ലേ? അയാൾ നിസ്കാരത്തിന് കുറവുണ്ടാവില്ല, ബാക്കിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കോപം അടക്കി വെക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളൊരു മനുഷ്യനായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് കോപിക്കരുത് എന്ന് പറയുന്ന ഒരു ഉപദേശം അത് മാത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന സമയത്ത് അയാൾക്ക് ശരിക്കും അത് ഉൾക്കൊള്ളാൻ പറ്റും, അല്ലേ? ഞാനത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞു തരികയാണ്. അപ്പോൾ അത് അതേപോലെ തന്നെയാണ് ചില ആളുകളെ സംബന്ധിച്ച് എല്ലാവർക്കും തഖ്വയും എല്ലാവർക്കും തൗഹീദും എല്ലാവർക്കും നിസ്കാരത്തിൻ്റെ വിഷയമൊക്കെ അതീവ ആവശ്യമുള്ള ഗൗരവമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ചില സമയത്ത് ചില ആളുകൾക്ക് ചില പ്രത്യേക വിഷയങ്ങളിലുള്ള ഉപദേശമായിരിക്കും ആവശ്യം വരിക. അപ്പം അത്തരക്കാർക്ക് അത്തരം പ്രത്യേകമായ ഉപദേശം നൽകുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ഒരു രീതിയാണ്. അപ്പോൾ ആ വ്യക്തി ഔസിനി എന്ന് പറഞ്ഞപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഗ്ലബ്, നീ കോപിക്കരുത് എന്ന് പറയുകയാണ്. ഇവിടെ സഹോദരങ്ങളെ, കോപം എന്ന് പറയുന്നത് അത് അടിമകൾക്കുമുണ്ട്, അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആലക്കുമുണ്ട്. ഒരു വ്യത്യസ്ത ഹദീസുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തെക്കുറിച്ച് നമ്മൾ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ആയത്തുകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപവും അതുപോലെ അവൻ സ്വീകരിക്കുന്ന പ്രതികാര നടപടികളെക്കുറിച്ച് ഇന്തിഖാമുകളെക്കുറിച്ചൊക്കെ ആയത്തുകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. സാന്ദർഭികമായി പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അതേപോലെ മറ്റ് വിശേഷണങ്ങൾ, അള്ളാഹുവിന് സന്തോഷമുണ്ടാകും, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പുണ്ടാകും, അള്ളാഹു ചിരിക്കുന്നു. ഇതൊക്കെ ഹദീസുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് വന്നിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിശേഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിക്കലും ഒരു പടപ്പിനോട് നമ്മളത് എന്ത് ചെയ്യാൻ പാടില്ല, സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അതാണ് നമ്മൾ ആ വിഷയത്തിൽ ഏറ്റവും ശരിയായ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട. ഏതൊരു സാധാരണക്കാരനും അള്ളാഹുവിൻ്റെ സിഫാത്തുകളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അതാണ്. അള്ളാഹുവിന് ഇന്നൊരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞ് ഒരിക്കലും മനുഷ്യന്മാരെ പോലെ നിങ്ങൾ ചിന്തിക്കരുത്. അള്ളാഹു ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യന്മാർ പൊട്ടിച്ചിരിക്കുന്നു എന്നതുപോലെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരെ പോലെ അള്ളാഹു സന്തോഷിക്കുന്നു എന്ന് ചിന്തിക്കരുത്. അല്ല, ഒരു പടപ്പുകളെ പോലെയും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ അള്ളാഹുവിന് കോപമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം പറയാൻ കാരണം, ഇതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ നിഷേധിക്കുന്ന, അതല്ലെങ്കിൽ അതിന് ചില ദുർവ്യാഖ്യാനങ്ങൾ നൽകിക്കൊണ്ട്, ചില തെറ്റായ അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് തഅ്വീൽ ചെയ്യുക എന്നുള്ള പേരിൽ അതിനെ വേറെ തലത്തിൽ അതിൻ്റെ അർത്ഥത്തെ വിശദീകരിക്കുന്ന അശ്അരികളെ പോലെയുള്ള ആളുകളുണ്ട്. അല്ലെങ്കിൽ അതുപോലെയുള്ള മുഅ്തസിലകളെ പോലെയുള്ള ആളുകളൊക്കെ ഈ വിശേഷണങ്ങൾ മാറ്റി പറയും. ആ വിശേഷണങ്ങൾ അങ്ങനെ അവർ ദുർവ്യാഖ്യാനിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അവരാദ്യം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇത്തരം സിഫത്തുകൾ കേൾക്കുമ്പോൾ അവർ മനുഷ്യരുടേത് പോലെയാണ് ചിന്തിക്കുന്നത്. മനുഷ്യരുടേത് പോലെ ചിന്തിക്കും. അള്ളാഹുവിന് കോപം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ, കോപം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പരിധി കയ്യിൽ നിന്ന് വിടുന്ന ഒരു കാര്യമല്ലേ, ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിടുന്ന ഒരു കാര്യമാണ്. അവൻ്റെ രക്തമൊക്കെ തിളച്ച് ചൂട് പൊങ്ങി അവൻ എന്താണ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ആ രൂപത്തിൽ സംസാരമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ആളുകൾ ആദ്യം അതേപോലെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തുന്ന സമയത്ത് ഇവർ പറയും സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന് ഇത് യോജിക്കുകയില്ല, അതുകൊണ്ട് അള്ളാഹുവിന് ഇതില്ല എന്ന് പറയുന്ന ചില വിഭാഗം. അല്ല, അള്ളാഹുവിന് അങ്ങനെ പറയാൻ പാടില്ല, കോപം അങ്ങനെ റബ്ബിനെ കുറിച്ച് പറയരുത്, അങ്ങനെ ഒരു വിഭാഗം പറയും. പൂർണ്ണമായി അതിനെ തഅ്തീൽ ചെയ്യുക എന്ന് പറയും. ആ വിശേഷണത്തെ അവനെ നിരാകരിക്കുക. അങ്ങനെ ഒരു വിശേഷണേ വേണ്ട, അങ്ങനെ വേണ്ട. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല, അതിൻ്റെ അർത്ഥം അറിയില്ല, അത് അങ്ങനെ പറയുന്ന വിഭാഗം കാണാം. തെറ്റാണത്. രണ്ടാമത്തെ വിഭാഗം എന്ത് ചെയ്യും, അത് കോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിക്ഷ എന്നാണ് എൻ്റെ അർത്ഥം, ശിക്ഷിക്കുമെന്നാണ് അർത്ഥം എന്ന രൂപത്തിലേക്ക് അതിനെന്ത് ചെയ്യും, വേറെ നിലക്ക് നല്ലതാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. വേറെ നിലക്ക് എന്ത് ചെയ്യും, അതിനെ വ്യാഖ്യാനിക്കും. സഹോദരങ്ങൾ, അതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനൊരു വ്യാഖ്യാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, സ്വഹാബികൾ ചോദിച്ചറിയുകയോ അല്ലെങ്കിൽ സ്വഹാബികൾ വിശദീകരിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് അതാത് വാക്കുകൾക്ക് അതിൻ്റെ അർത്ഥമുണ്ട്. അള്ളാഹു ശിക്ഷിക്കുന്നു എന്നുള്ളത് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതങ്ങനെ തന്നെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കോപിക്കുന്നു എന്നുള്ളത് അതിൻ്റേതായ വാക്കുണ്ട്. അപ്പം അത് യോജിക്കുന്ന രൂപത്തിൽ
നമ്മൾ അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിനുണ്ട് എന്ന് വിശേഷിച്ചാൽ എത്ര എളുപ്പമാണ്. മനുഷ്യനെ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല കോപിക്കുന്നു എന്നല്ല. അള്ളാഹുവിൻ്റെ കോപം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിലാണ്. അവൻ്റെ ഏറ്റവും പൂർണ്ണതക്കും അവൻ്റെ എല്ലാ നിലക്കും അവന് യോജിക്കുന്ന രൂപത്തിലായിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സിഫത്ത് ഉണ്ടാവുക. ആ രൂപത്തിൽ സഹോദരങ്ങളെ നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഏറ്റവും ശരിയായ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ മനസ്സിലാക്കുന്നതിലുള്ള കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കിയാൽ ഒരുപാട് ഫിലോസഫികളും ഒരുപാട് തത്വചിന്തകളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. കാരണം ദീനിൻ്റെ എല്ലാ മസാലകളും വിശ്വാസ കാര്യങ്ങൾ ഏത് സാധാരണക്കാരനും എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം പുറത്തുകൊണ്ട് ഇത്തരം ദുർവ്യാഖ്യാനങ്ങളും ഇത്തരം ഉദാഹരണങ്ങളൊക്കെ കൊണ്ടുവന്ന് ചെയ്യുന്ന ആളുകൾ ഒരുപാട് തിയറികളും അതൊക്കെ കാണിച്ചു വെച്ച് അങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് എത്തിയിട്ട് അവരിൽ ചിലർ അവരുടെ അവസാന കാലഘട്ടത്തിൽ ഞാനിതാ ഇന്ന നാട്ടിൽ സാധാരണ ഒരു സ്ത്രീയുടെ വിശ്വാസത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന രൂപത്തിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിട്ടുള്ള ഇത്തരം ബിദ്അത്തിൻ്റെ ഇമാമുമാരുണ്ട്. കാരണം അവർ ഈ രൂപത്തിൽ അവരുടെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നഫ്സിൽ വന്ന കാര്യം അതുപോലെ മനസ്സിലാക്കാൻ തയ്യാറാകാതെ, സലഫുകളുടെ മൻഹജ് അതുപോലെ മനസ്സിലാക്കാൻ തയ്യാറാകാതെ പിഴച്ചുപോയ ആളുകളാണ് യഥാർത്ഥത്തിൽ. സാന്ദർഭികമായി പറഞ്ഞതാണ്. സഹോദരങ്ങളെ, ഇനി ഇവിടെ പറയുന്നില്ല തഗ്ലബ്, നീ കോപിക്കരുത് എന്നാണ്. ഇനി മനുഷ്യൻ്റെ കോപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. മനുഷ്യൻ്റെ കോപം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ രക്തമൊക്കെ ചൂടായി, അതുപോലെ തന്നെ അതിൻ്റെ അടയാളം, അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട് അത് അതിൻ്റെ ശരീരത്തിൽ കാണിക്കുകയും ചെയ്യും. ഇനി ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ മിക്കപ്പോഴും അതിനൊരു പ്രതികാര നടപടി അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ചിലപ്പോൾ ദേഷ്യം പിടിച്ച് അവിടെ നിൽക്കുകയില്ല. ദേഷ്യം പിടിച്ചുകൊണ്ട് ഒരാളെ തല്ലുന്ന അവസ്ഥ ഉണ്ടാകും, അല്ലേ? നമ്മൾ ദേഷ്യം പിടിച്ചൊരു വ്യക്തി നിസ്സാരമായ കാര്യങ്ങൾക്ക് ദേഷ്യത്തിലേക്ക് എത്തിയിട്ട് കൊലപാതകത്തിലേക്ക് വരെ എത്തുന്നത് നമുക്കറിയുന്ന കാര്യമാണ്. അതൊന്നും നമുക്കറിയാത്ത, കേട്ട് പരിചയമില്ലാത്തൊരു കാര്യമല്ല. ഇന്ന് വളരെയധികം കാണുന്ന കാര്യമാണ്. ദേഷ്യത്തിൻ്റെ പുറത്ത് ഉടനടി ബന്ധങ്ങൾ തെറ്റുന്ന അവസ്ഥ, അല്ലെങ്കിൽ കൊലപാതകങ്ങളിലേക്ക് എത്തുന്ന അവസ്ഥ, ആ രൂപത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥ ഒക്കെ സഹോദരങ്ങളെ ഉണ്ട്. അപ്പം അതാണ് ദേഷ്യം എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു വികാരമാണ്. അതിനെ അത്രയും വലിയ രീതിയിൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ തഗ്ലബ്, നിങ്ങൾ കോപിക്കരുത് എന്നാണ്. പണ്ഡിതന്മാർ പറയുന്നത് കോപം എന്ന് പറയുന്നത്, ഗളബ് എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ കോപം എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട് എന്ന് വെച്ചാൽ, ഒന്നത് മഹ്മൂദാണ്. അത്തരത്തിലൊരു കോപം ഒരാളിൽ ഉണ്ടാകുക എന്നുള്ളത് തെറ്റല്ല, അത് തെറ്റല്ല. രണ്ടാമത്തത് മദ്മൂമാണ്, ആക്ഷേപാർഹമായ കോപമാണ്, അതൊരാളിൽ ഉണ്ടാകാനും പാടില്ല. ഇപ്പം എന്താണ് അൽ ഗളബുൽ മഹ്മൂദ്? ഒരാൾക്ക് ഉണ്ടാകുന്നതിൽ കുഴപ്പമില്ലാത്ത, അല്ലെങ്കിൽ അതുണ്ടാകുന്നതിൽ അയാളെ വേണമെങ്കിൽ നല്ലൊരു ഗുണം അയാൾക്കുണ്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന കോപം ഏതാണ്? അത് സഹോദരങ്ങളെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനു വേണ്ടി ഒരാൾ കോപിക്കുക എന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിനു വേണ്ടി ഒരാൾ കോപിക്കുക എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കപ്പെടുമ്പോൾ ഒരാൾക്ക് കോപമുണ്ടാകുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഒരാൾ ഹറാമുകൾ, ഒരു നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോട് വെറുപ്പ് ഒരാൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്, അതിനോട് കോപം ഒരാൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഉണ്ടാകേണ്ട നല്ല ഗുണത്തിൽപ്പെട്ടതാണ്. അതല്ലാതെ ഒരാൾ നിസ്കാരമൊക്കെ പാഴാക്കി, റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞ്, അല്ലെങ്കിൽ ദീനിനെ ചീത്ത പറഞ്ഞ് ഈ രൂപത്തിൽ നടക്കുമ്പോൾ അയാളോടൊരു കോപമില്ല, എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്, അല്ലേ? അങ്ങനെ പറയുന്നത് ദീനല്ല. മറിച്ച് ദീനുൽ ഇസ്ലാമിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളോട് നമുക്ക് വെറുപ്പും കോപവും ഉണ്ടാകുക എന്ന് പറയുന്നത് അത് ആക്ഷേപാർഹമായ ഒരു ഗുണമല്ല, മറിച്ച് സ്തുത്യർഹമായ ഗുണമാണ്, മഹ്മൂദായ ഗുണമാണ്. അത് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതില്ലാതിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആക്ഷേപാർഹമായ ഒരു ഗുണമായി തീരുന്നത്. അല്ല, അയാൾ ഭയങ്കര കൂളാണ്, ആരെന്ത് പറഞ്ഞാൽ, റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞാൽ അയാൾക്ക് ഒരു പ്രശ്നമില്ല, അയാൾ ഇങ്ങനെ കേട്ടിരിക്കും, അങ്ങനെ ഇരിക്കുന്നത്, ഭയങ്കര നല്ല വിശാല ഹൃദയനാണ് എന്നല്ല, മറിച്ച് അയാൾ ആക്ഷേപാർഹമായ ഒരു കാര്യമാണ് അയാളിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം റസൂലുള്ളാഹിനെ പറയുമ്പോൾ അയാൾക്കൊരു ദേഷ്യം വരുന്നില്ല, മനസ്സിനൊരു പ്രയാസം ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ദീനിലൊരു ഹറാമുകൾ ആളുകൾ ചെയ്യുന്ന സമയത്ത്, സ്വന്തം വീട്ടിൽ ഹറാമുകൾ നടമാടുന്ന സമയത്ത് ഒരു കുഴപ്പം അവന് തോന്നുന്നില്ല. ഒരു നിഷിദ്ധങ്ങൾ എങ്ങനെ നടമാടുകയാണ്, ഒരു പ്രശ്നം അയാൾക്ക് തോന്നുന്നില്ല, അയാളൊരു കുഴപ്പമില്ല, അയാൾ നിങ്ങൾ ചെയ്യുന്ന ഞാൻ ചെയ്യുന്നില്ല, ഈ രൂപത്തിലാണ് എങ്കിൽ സഹോദരങ്ങളെ അത് ശരിയല്ല. അപ്പോഴാണ് അവൻ അക്ഷയവർഹനാകുന്നത്.
മറിച്ച് ദീനിൽ നമ്മൾ മക്കൾ അള്ളാഹുവിനെ അനുസരിക്കാത്തത് കാണുമ്പോൾ നമുക്കൊരു ദേഷ്യം ഉണ്ടാകണം. മക്കൾ ധിക്കരിക്കുന്നത്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് കാണുമ്പോൾ ദേഷ്യം ഉണ്ടാകണം. ഭാര്യമാർ അള്ളാഹുവിനെ അനുസരിക്കാത്തത് കാണുമ്പോൾ ദേഷ്യം ഉണ്ടാകണം. ഭാര്യമാർ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് കാണുമ്പോൾ സഹോദരങ്ങളെ ദേഷ്യം ഉണ്ടാകണം. ഇത് മഹ്മൂദായ, സ്തുത്യർഹമായ ഒരു കോപമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുള്ള കോപമാണ്. അത് അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും വലിയ ഒരു സൽസ്വഭാവിയാകാൻ നമുക്ക് സാധിക്കുകയില്ലല്ലോ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ ചില കർട്ടനുകൾ തൂക്കിയിട്ടുണ്ട്, ചില മറകൾ തൂക്കിയിട്ടുണ്ട്, കർട്ടനുകൾ തൂക്കിയിട്ടുണ്ട്. അതിൽ ജീവനുള്ളവയുടെ ചിത്രങ്ങൾ അതിലുണ്ടായിരുന്നു എന്നാണ്. ജീവനുള്ളവയുടെ ചിത്രങ്ങൾ അതിലുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കണ്ടയുടനെ നല്ല ദേഷ്യം വന്നു. എത്രത്തോളം എന്നാൽ അവിടുത്തെ മുഖം ചുവന്നു തുടിച്ചു എന്ന് ഹദീസുകളിൽ കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം വിവർണമായി ചുവന്ന് തുടിക്കുകയാണ്. എന്നിട്ട് വളരെ കൃത്യമായി അവിടുന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ ഇവിടെ പ്രവേശിക്കുകയില്ല, ഗൗരവമുള്ള കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ ചെയ്ത ആ തെറ്റ് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു കോപം അവിടെ സഹോദരങ്ങളെ കാണിച്ചു കൊടുക്കാൻ, ദേഷ്യം കാണിച്ചു കൊടുക്കാൻ. കാരണം അത്ര ഗൗരവമുള്ള കാര്യമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നീട് ഓർക്കുന്നതാണ്. പക്ഷേ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ചെയ്യുന്ന സമയത്തും നമ്മൾ പരിധി വിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ പാടില്ല. അതെപ്പോഴും ആക്ഷേപാർഹമായ കാര്യമാണ്. ഏതാണ് പരിധി വിട്ടത്? കോപം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിലും പാടില്ലാത്ത കാര്യമാണ്. ആക്ഷേപാർഹമായ ചില പ്രവർത്തനങ്ങൾ ഉണ്ടാകും. എന്ത്? അതൊക്കെ എറിഞ്ഞ് പൊളിക്കുക, അതൊക്കെ കുഴപ്പമുണ്ടാക്കുക, ആ രൂപത്തിൽ ചീത്ത വിളിക്കുക, ഇതൊന്നും കോപത്തിൻ്റെ കൂടെ നമുക്ക് ഒരു ഘട്ടത്തിലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. അതാണ് ആക്ഷേപാർഹമായ കാര്യം. അങ്ങനെ ഒരു കാര്യം കാണുമ്പോഴേക്കും അതിനേക്കാളും വലിയ തിന്മയായിരിക്കും പുറത്ത് പറയാം, അതിനേക്കാളും വളരെ മോശപ്പെട്ട രൂപത്തിൽ ആക്ഷേപിക്കുക. ചിലപ്പോൾ അയാൾ അടിക്കുക, നീ ദീനിനെതിരെ പ്രവർത്തിക്കാനായെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അടിച്ച് ബഹളം ഉണ്ടാക്കിയൊക്കെ പൊളിക്കുകയൊക്കെ ചെയ്താലോ. യഥാർത്ഥത്തിൽ ആ കോപം കൊണ്ടുണ്ടാകേണ്ട ഒരു ഉപകാരം അവിടെ ഇല്ലാതായി തീരും. കോപം കൊണ്ടുണ്ടാകേണ്ട ഒരു ഉപകാരമുണ്ട്. കാരണം ഇത് അള്ളാഹുവിൻ്റെ ദീനിനെതിരായ ഒരു കാര്യമായത് കൊണ്ടാണ് കോപിച്ചത്. അതല്ലെങ്കിൽ ഏറ്റവും നല്ല മനോഹരമായി പ്രതികരിക്കുന്ന ആളാണ്. ദീനിന് വില വേണ്ടതുണ്ട് എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് വേണ്ടതുണ്ട്. പക്ഷേ അത് പരിധി വിട്ടുകൊണ്ടുള്ള ആക്ഷേപാർഹമാകുന്ന പ്രവർത്തനങ്ങളൊന്നും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. ദേഷ്യം പിടിച്ച തലയിട്ടടിക്കുക, അല്ലെ, ആ രൂപത്തിലൊക്കെ പല രൂപത്തിൽ ആളുകൾ ചെയ്യും. അല്ലെങ്കിൽ ആരിലാണോ ആ പ്രവൃത്തി കണ്ടത് അയാളെ കൈകാര്യം ചെയ്യുക, അല്ല, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ മക്കൾ ഒരു ഹറാമ് ചെയ്യുന്നത് കണ്ടാലും ശരി, ഇനി നമ്മൾ ആരെങ്കിലുമൊക്കെ പരിസരത്ത് ചെയ്യുന്ന അതിനോട് അങ്ങേയറ്റത്തെ ദേഷ്യം വേണം. മക്കളൊക്കെ ആകുമ്പോൾ നമുക്ക് അവരുടെ കൈകൊണ്ട് തടയാൻ പറ്റുന്ന കാര്യമാണ്, ചെയ്യുന്ന രൂപത്തിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ പരിധി വിട്ടുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഉപകാരം കിട്ടുകയില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിൻ്റെ ദീനിനെതിരായ ഒരു പ്രവർത്തനം തൻ്റെ വീട്ടിൽ സംഭവിച്ചപ്പോൾ അവിടുന്ന് മുഖം വിവർണനായിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ കാര്യത്തെ താക്കീത് ചെയ്യുക. അത് തെറ്റായ കാര്യമല്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നമുക്ക് മാതൃകയുള്ള കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഹദീസിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ലാ തഗ്ലബ്, നിങ്ങൾ കോപിക്കരുത് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ 4 കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്പോൾ ഈ ലാ തഗ്ലബ് എന്ന് പറയുന്നത് ഈ സഹാബിയോട് മാത്രമുള്ളൊരു ഉപദേശമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും അവർക്കുള്ള ഉപദേശം തന്നെയാണ്. ആണിനും പെണ്ണിനൊക്കെ ഉള്ള ഉപദേശം തന്നെയാണ് എന്ത്? ലാ തഗ്ലബ്, കോപിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ കോപിക്കാൻ പാടില്ല എന്ന് പറയുന്നത് സഹോദരങ്ങളെ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് 4 കാര്യം? ഒന്നാമത്തെ കാര്യം ലാ തഗ്ലബ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ നേർക്ക് നേരെ മനസ്സിലാക്കുന്നത് പോലെ തജന്നുബുൽ ഗളബ്, കോപം വെടിയുക എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് കോപം വെടിയാൻ സാധിക്കുക? കാരണം ചില ആളുകൾ പറയും, എനിക്കങ്ങനെ കോപമൊന്നും വെടിയാൻ, ഞാൻ എൻ്റെ പ്രകൃതിയാൽ അങ്ങനെ കോപിഷ്ഠനാണ്, കോപാലുവാണ്, എനിക്കതൊക്കെ വിട്ടുമാറാൻ സാധിക്കുകയില്ല. സഹോദരങ്ങൾ, ഇത് വളരെ തെറ്റായ കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരിക്കലുമില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണത്. നമ്മളോട് ഏതെങ്കിലുമൊക്കെ ഒരു നന്മയെക്കുറിച്ച് പറഞ്ഞു തന്നാൽ അത് മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഏതെങ്കിലും ഒരു തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറഞ്ഞാൽ അത് ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അതേ ഉള്ളൂ ഇസ്ലാം അത് വിലക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് മാറാൻ പറ്റും. ആ ഒരു കാര്യം ആദ്യം ഉൾക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നമൽ ഹൽമു ബിത്തഹല്ലും, തീർച്ചയായും സഹനശീലം എന്ന് പറയുന്നത് അത് പരിശീലിച്ചിട്ട് കിട്ടേണ്ടതാണ്, ഒറ്റയടിക്ക് കിട്ടണം എന്നില്ല.
കോപം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഒറ്റയടിക്ക് കിട്ടണമെന്നില്ല, പക്ഷേ അത് പരിശീലനത്തിലൂടെ അതെന്ത് ചെയ്യാൻ സാധിക്കും, അതിൽ നമുക്ക് പതിയെ പതിയെ ആ കോപിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, കോപത്തെ വെടിയുക അതിൽ സാധിക്കുന്നതാണ്. അതിന് സാധിക്കുന്നതാണ്. പരമാവധി എനിക്ക് പറയാതിരുന്നിട്ടും അങ്ങനെയൊക്കെ സഹോദരങ്ങളെ അത് നമ്മൾ എന്ത് ചെയ്യണം, കോപത്തെ പിടിച്ചു വെക്കണം എന്നുള്ളതാണ് ലാ തഗ്ളബ് എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തേത് പണ്ഡിതന്മാർ പറയുന്നു, ഇജ്തിനാബു അസ്ബാബിൽ ഗളബ്. കോപമുണ്ടാകാനുള്ള കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, അതും കൂടി ഉപേക്ഷിക്കാനാണ്. അത് കോപിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഭാഗത്തിൽ ഉൾപ്പെടും. ഇപ്പോൾ കോപം ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങളുണ്ടാകും, അവിടെ നമ്മൾ പോകാതിരിക്കുക. നമുക്ക് കോപമുണ്ടാകുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും സഹോദരങ്ങളെ, അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. ഇപ്പോൾ കോപമുണ്ടാകുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ വിട്ടുമാറി നിൽക്കുക എന്ന് പറയുന്നത് കോപിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതാണ് പണ്ഡിതന്മാർ രണ്ടാമതായി പറഞ്ഞത്. മൂന്നാമത് അവർ പറയുന്നു, നമ്മൾ കോപിച്ചു കഴിഞ്ഞാൽ കോപം കൊണ്ടുണ്ടാകുന്ന പല പൊട്ടിത്തെറികളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ പിടിച്ചു വെക്കുക. അതും ലാ തഗ്ളബിൽ ഉൾപ്പെടുന്നുണ്ട്. കോപിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ദേഷ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ മനസ്സിൻ്റെ അകത്ത് വരും, അത് അതിൻ്റെ ഉള്ളിലുണ്ടാകും. പക്ഷേ ലാ തഗ്ളബ് എന്ന് പറയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളെ തൊട്ട് അവൻ്റെ ശരീരങ്ങളെ പിടിച്ചു വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വൽ കാളിമീനൽ ഗൈള് എന്നാണ് പറഞ്ഞത്. കോപത്തെ പിടിച്ചു വെക്കുന്നവർ, അവരെ അല്ലാഹു തആല പുകഴ്ത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശാലമായ സ്വർഗം ഇന്ന ആളുകൾക്കാണ് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ വിശേഷണമായി എടുത്തു പറഞ്ഞ കാര്യമാണ് വൽ കാളിമീനൽ ഗൈള്. അവർക്ക് കോപം ഉണ്ടാകുകയില്ല എന്നല്ല, മറിച്ച് അവർ കോപത്തെ പിടിച്ചു വെക്കുന്നവരാണ്. കോപം വന്നു കഴിഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞു പോകാതിരിക്കാൻ പ്രയത്നിക്കുന്നവർ, കോപം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും അതിൻ്റെ പേരിൽ ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ. ഇദാ മാ ഗളിബു ഹും യഗ്ഫിറൂൻ. അവർക്ക് കോപം ഉണ്ടാകുന്ന കാര്യം വന്നാൽ ആരാണോ അവർ കോപം ഉണ്ടാക്കുന്ന കാര്യം ചെയ്ത് അവർക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യും, എങ്ങനെയെങ്കിലൊക്കെ അതിൽ നിന്നും രക്ഷപ്പെടും. ഇത് നിസ്സാരമായൊരു കാര്യമല്ല. ലാ തഗ്ളബ് എന്ന് പറയുന്നതിൽ വളരെയധികം നമുക്ക് മെനക്കേടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കോപമുണ്ടാകുന്ന സമയത്ത് ആ കോപം കൊണ്ട് അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അവൻ ബലവാനാണ്, ആ ദേഷ്യം പിടിച്ചവൻ ഇപ്പം ചെയ്യേണ്ടത് ചെയ്യാം. എന്നിട്ടും ആ കോപത്തിനെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ശ്രേഷ്ഠതകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുള്ളത്, പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, മൻ കളമ ഗൈളൻ വഹുവ ഖാദിറുൻ അലാ അൻ യൻഫിദഹു. ആരെങ്കിലും ഒരു മനുഷ്യൻ, അയാൾക്ക് നല്ല കോപം ഉണ്ടായി, ആ കോപം കൊണ്ട് അവൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യാം. കോപം രണ്ട് രൂപത്തിലാണ്. ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ദുർബലനായിരിക്കും. വലിയ ശക്തനായിട്ടൊരാൾ നമ്മൾ ദേഷ്യം പിടിപ്പിച്ചാൽ നമുക്കൊന്നും ചെയ്യാനും പറ്റും, നല്ല ദേഷ്യം പിടിക്കും. പക്ഷേ അയാൾ അടിച്ചിടാനോ അല്ലെങ്കിൽ അയാളോട് എന്തെങ്കിലുമൊക്കെ പറയാൻ പോലും ചിലപ്പോൾ കയ്യിലെടുക്കില്ല, അതിനേക്കാളും ഇങ്ങോട്ട് കിട്ടും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മൾ കോപം ഉണ്ടായി, നമ്മൾ ദേഷ്യം പിടിപ്പിച്ചു ഒരാൾ, നമുക്കവിടെ എന്തും ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ നമ്മുടെ കയ്യിൽ, അതിൻ്റെ അധികാരമോ അല്ലെങ്കിൽ അതിൻ്റെ കൂവത്തൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആ കോപത്തെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ദഅാഹുല്ലാഹു അലാ റൂസിൽ ഖലായിഖി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ മനുഷ്യരുടെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ മനുഷ്യരുടെ എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ ഭൂമിയിൽ അവർക്ക് കോപം കൊണ്ട് അതിൻ്റെ പ്രതികാര നടപടികളൊക്കെ എടുക്കാൻ സാധിക്കുന്നുണ്ടായിട്ടും കോപത്തെ പിടിച്ചു വെച്ച ആളുകളെ അള്ളാഹു അവരെ മുന്നിൽ കൊണ്ടുവരും. നേതാക്കന്മാരായിട്ട് ഈ ആളുകളെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ളതാണ്. ഫഹയ്യറഹുല്ലാഹു മിനൽ ഹൂരി മാഷാ. എന്നിട്ട് ഹൂറുൽ ഈനിൽപ്പെട്ട ഉദ്ദേശിക്കുന്ന സ്വർഗീയ സ്ത്രീകളെ നീ തിരഞ്ഞെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്, അതിനുള്ള പ്രതിഫലമായി നൽകുകയാണ്. ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചു, അതുപോലെ ഇമാം തിർമിദി ഉദ്ധരിച്ചു, ഇബ്നു മാജഹ് ഉദ്ധരിച്ചു, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി ഹസനാണെന്ന് പറഞ്ഞൊരു ഹദീസാണ് സഹോദരങ്ങളെ. ഈ ഹദീസ് അപ്പോൾ നിസ്സാരമായ കാര്യം, അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനവും അതുപോലെ തന്നെ സ്വർഗീയ സ്ത്രീകൾ അവന് സമ്മാനമായി നൽകുകയും ചെയ്യാനുള്ള വളരെ മഹത്തരമായ ഒരു കാര്യമാണ് കോപം വരുന്ന സമയത്ത് ആ കോപത്തെ പിടിച്ചു വെക്കുക എന്നുള്ളത്. അത്ര വലിയ പ്രതിഫലം അള്ളാഹു നൽകണമെങ്കിൽ ഇതൊരു ശ്രമകരമായ കാര്യം തന്നെയാണ്, നമ്മൾ മെനക്കെടേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ കോപം വന്നാൽ നമുക്ക് ചെയ്യേണ്ട, അടിക്കാം, പിടിക്കാം, ആ രൂപത്തിൽ എന്തൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മളത് പരമാവധി എന്ത് ചെയ്യാണ്, നമ്മളത് മാറി നിന്നും ഒന്നും പറയാതെ ഒന്നും ചെയ്യാതെ പിടിച്ചു വെക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ അത് വലിയ കാര്യമാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, മൻ ഖളമ ഗൈളൻ, ആരെങ്കിലും ഒരു കോപത്തെ പിടിച്ചു വെച്ചു, വലൗ ശാഅ യുംലീഹിൽ അല്ലാഹ്, അവനാ കോപത്തെ അയച്ചു വിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നടപടിയാക്കണമെങ്കിൽ അവനത് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ പിടിച്ചു വെച്ചു. മല അല്ലാഹു ഖൽബഹു റിളൻ യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽബിൽ
ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനോടുള്ള തൃപ്തി അള്ളാഹു അതിൽ നിറക്കുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ തൃപ്തി അവന് കൊടുക്കുന്നതാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് ലാ തഗ്ലബ് എന്ന് പറഞ്ഞാൽ കോപമുണ്ടാകരുത് എന്നല്ല, മറിച്ച് കോപമുണ്ടായാൽ അതുകൊണ്ട് നീ ചെയ്യാൻ പോകുന്ന വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളെയും നീ പിടിച്ചു വെക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും പരിശ്രമിക്കേണ്ട കാര്യമാണ്. ഈ കാണുന്ന പ്രതിഫലങ്ങളെ ഓർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളതിനു വേണ്ടി പണിയെടുക്കണം. നാലാമത്തെ കാര്യം അദ്ദേഹം പറയുന്നു ലാ തഫ്അൽ ഷൈഅൻ, ലാ തഫ്അൽ ഷൈഅൻ, നീ ഒന്നും ചെയ്യാതിരിക്കുക, കോപം വന്നാൽ മിണ്ടാതെ നിൽക്കുക എന്നുള്ളത്. ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. മറ്റേത് കോപം വന്നാൽ ചില പ്രത്യേകമായ നമുക്ക് ദേഷ്യങ്ങളും വികാരങ്ങളും വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പറയാം. ഇവിടെ ഒന്നും ചെയ്യാതെ നീ മിണ്ടാതെ നിൽക്കുക എന്ന് പറയുന്നത് കോപത്തിന് ഏറ്റവും വലിയ കാര്യമാണ്. കോപം ഉണ്ടാകുന്ന സമയത്ത് അനങ്ങാതെ നിന്നാൽ മതി. അത് എന്ത് കേട്ടാലും ശരി, പറഞ്ഞാലും ശരി. ഹദീസിൽ പറഞ്ഞാൽ ഇദാ ഗളിബ അഹദുക്കും ഫല്യസ്കുത്, നിങ്ങളിൽ ഒരാൾക്ക് കോപമുണ്ടായാൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ മിണ്ടാതിരിക്കട്ടെ. ലാ യഹ്കുമു അഹദുൻ ബൈന ഇസ്നൈൻ വഹുവ ഗൾബാൻ, രണ്ടാളുകൾക്കിടയിൽ വിധി പറയാൻ വേണ്ടിയിട്ടൊരു ജഡ്ജി ഒരുങ്ങുന്ന സമയത്ത് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ വിധി പറയരുത് എന്നാണ്. ഒന്നും ചെയ്യാൻ പാടില്ല. ആ സമയത്ത് വർത്തമാനങ്ങളോ ആ സമയത്ത് മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം? കോപം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി നമ്മൾ ചെയ്യണം, നമ്മൾ അതിന് വിട്ടു നിൽക്കുക. ഒരു കാര്യം ചെയ്യാതിരുന്നാൽ നമുക്ക് കോപത്തെ മാറ്റാൻ പറ്റും. അതൊക്കെ ലാ തഗ്ലബ്, നീ കോപിക്കരുത് എന്ന് പറഞ്ഞാൽ അതിലുദ്ദേശിക്കുന്നുണ്ട്, അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിനുശേഷം പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്ന സമയത്ത് പറഞ്ഞത് കാണാൻ സാധിക്കും. എങ്ങനെയൊക്കെയാണ് കോപത്തെ നിയന്ത്രിക്കേണ്ടത്, അതിൻ്റെ മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഇലാജ് എന്താണ്, അതിൻ്റെ ചികിത്സ എന്താണ്, കോപമില്ലാതിരിക്കാനുള്ള ചികിത്സ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഏതാനും ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്നാമത്തെ കാര്യം, നമ്മൾ കോപിക്കുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മോട് കോപിക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ട് ചെറുത്തു നിൽക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ കോപിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്നാണ്. പ്രതിഫലം അതേ ഇനത്തിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക. നമ്മൾ പടപ്പുകളോട് കോപിക്കാതെ നിന്നാൽ, നമ്മൾ ഭാര്യയോട് കോപിക്കാതെ നിന്നാൽ, മക്കളോട് കോപിക്കാതെ നിന്നാൽ, അതുപോലെ ചുറ്റുമുള്ള ഇടപാടുകളോട്, ജോലിക്കാരോട്, മുതലാളിമാർ കോപിക്കാതെ നിന്നാൽ, ഇങ്ങനെ നമ്മളെ കോപത്തെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റബ്ബ്, നമ്മുടെ ഉടയവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കോപിക്കാതിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് വളരെയധികം ഗൗരവമുള്ള കാര്യം. ഒരിക്കലും ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, മാ യുബാഇദുനി അൻ ഗളബില്ലാഹ്, അള്ളാഹുവിൻ്റെ കോപം എന്നിൽ നിന്നും അകറ്റി നിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉത്തരം ഇതാണ്, ലാ തഗ്ളബ്, നീ ആളുകളോട് കോപിക്കാൻ പാടില്ല, ആളുകളോട് കോപിക്കാൻ പാടില്ല. അപ്പോൾ റബ്ബിൻ്റെ കോപം എന്നിൽ ഇല്ലാതിരിക്കാൻ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാകുക. അള്ളാഹിൻ്റെ കോപം എന്നിൽ ഇല്ലാതിരിക്കണമെങ്കിൽ ഞാൻ മനുഷ്യന്മാരോട് കോപിക്കാതിരിക്കണം. ആ കാര്യം സഹോദരങ്ങളെ ചിന്തിക്കുക. രണ്ടാമത് ഈ വസിയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണിത്. വസിയത്തായിട്ട് ബലവത്തായ ഉപദേശമായി നൽകിയിട്ടുള്ളതാണ് ലാ തഗ്ളബ് എന്നുള്ളത്. അതുകൊണ്ട് ഇത് ഞാൻ അനുസരിക്കുന്ന വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്താണ് ഞാൻ അനുസരിക്കുന്നത് എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഒരു വിലക്കാണ് ഞാൻ അതേപോലെ എന്ത് ചെയ്യുന്നത്, ഞാൻ അതേപോലെ അനുസരിക്കുന്നത്. ആ ചിന്ത എപ്പോഴും ഉണ്ടാകണം. റസൂലിനെയാണ് അനുസരിക്കുന്നത്. കോപിക്കരുത് എന്ന് പറയുമ്പോൾ അത് എന്നോട് റസൂൽ പറഞ്ഞതുപോലെയാണ്. ഏതുപോലെ നമ്മൾ ജീവിതത്തിൽ അങ്ങനെയാണ് കാണേണ്ടത്. നമുക്ക് കോപം ഉണ്ടാകുന്ന സമയത്ത് അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് നേരിട്ട് ഉപദേശിച്ചതുപോലെയാണ്, നീ കോപിക്കരുത്. അങ്ങനെ റസൂൽ അവിടെ നീ കോപിക്കരുത് എന്ന് പറയുമ്പോൾ ഞാനത് പരിഗണിക്കാതെ, അത് കേൾക്കാതെ ഞാൻ കോപിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കിന് വില നൽകാത്തവനാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് വില നൽകുന്ന, അവിടുന്ന് എനിക്ക് ഉപകാരമുള്ള വലിയൊരു വസിയത്തായി വിട്ടേച്ചു പോയ കാര്യത്തെ ഞാൻ കൈയൊഴിയുന്ന, ഉപേക്ഷിക്കുന്ന ഒരുവനായി ഞാൻ തീരും. ആ ബോധ്യത്തോടു കൂടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള സ്നേഹം കാരണത്താൽ അവിടുത്തെ ആ ഒരു വസിയത്ത് സ്വീകരിക്കുക എന്നുള്ള കാര്യം കൂടി ചിന്തിച്ചാൽ നമുക്ക് രണ്ടാമത് കോപത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു കാര്യം വരും. മൂന്നാമതായി പണ്ഡിതന്മാർ പറഞ്ഞതാണ് അയ്യതദക്കറൽ ജസാ അൽ അലീം യൗമൽ ഖിയാമ ലിമൻ ലം യഗ്ളബ്. തൊട്ടും നമ്മൾ പറഞ്ഞു ഖിയാമത്ത് നാളിൽ കോപിക്കാതെന്ന വലിയ പ്രതിഫലം കിട്ടും. ഖിയാമത്ത് നാളിൽ കോപിക്കാതിരിക്കുന്നവർക്ക് വലിയ പ്രതിഫലം കിട്ടും. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളുടെ മുന്നിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അള്ളാഹു അവനെ ആദരിക്കുകയും ഹൂറുൽ ഈനിൽപ്പെട്ട സ്വർഗീയ സ്ത്രീകളിൽപ്പെട്ട സ്ത്രീകളെ തിരഞ്ഞെടുക്കാനുള്ള അവസരം അവന് നൽകുകയും ചെയ്യും. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി അവൻ്റെ ഖൽബിൽ നിറച്ചു കൊടുക്കും. ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ പ്രതിഫലം പരലോകത്ത് കിട്ടാനുണ്ട് എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോപത്തെ പിടിച്ചു വെക്കണം. ഈ കോപം ഉണ്ടാക്കുന്ന, ദേഷ്യം വരുന്ന സമയത്ത് ഈ ചിന്ത നമ്മളെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് നമുക്കതിനെ പിടിച്ചു വെക്കാൻ പറ്റണം. അതിനാണ് ശ്രേഷ്ഠത ഉള്ളത്.
അല്ലാതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കോപം മനസ്സിൽ വരാതിരിക്കുക എന്ന് പറയുന്നത് ഇല്ല, അത് അവൻ്റെ കയ്യിൽപ്പെട്ട കാര്യമല്ല. കാരണം അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല. കോപം ഉണ്ടാകും, സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കോപം ഉണ്ടാകും. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ ആലോചിച്ച് അള്ളാഹുവിൻ്റെ കോപം ഇല്ലാതിരിക്കാം, ഞാൻ പിടിച്ചു വെക്കാം. അള്ളാഹിൻ്റെ കോപം ഒന്നും എൻ്റെ മേലിൽ നിന്ന് ഇറങ്ങൂല. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദേഷ്യം, അവൻ്റെ കോപം എന്നിലേക്ക് ഇറങ്ങുകയില്ല. രണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് പറഞ്ഞ വസിയത്താണ്. ഞാനത് പാലിക്കുന്ന നല്ല മനുഷ്യനായി മാറാൻ സാധിക്കും. 3 വലിയ പ്രതിഫലം ഇതുകൊണ്ട് എനിക്ക് കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ ആ ദേഷ്യത്തൊന്ന് പിടിച്ചു നിർത്തിയാൽ മതി, അത് ചെയ്യുക എന്നുള്ളതാണ്. 4-മത്തെ കാര്യം സഹോദരങ്ങളെ, യഖൂലൽ ഇൻസാനു ഇൻദൽ ഗളബി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. കോപമുണ്ടാകുന്ന സമയത്ത് മനുഷ്യൻ എന്ത് പറയണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. ചില സമയത്ത് പിശാച് ഇത് പറയാൻ നമ്മളെ എന്ത് ചെയ്യില്ല, സമ്മതിക്കൂല. അത് പറയാൻ പോലും പറ്റാതെ ഒരാൾ പറഞ്ഞെന്നാൽ പോലും ചില ആൾ പറയില്ല. അതിനും ദേഷ്യം, ആ പറഞ്ഞെന്നോട് ചിലപ്പോൾ ദേഷ്യമായിരിക്കും. അല്ല, നമ്മൾ പറഞ്ഞു നോക്കിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് 2 വ്യക്തികൾ പൊരിഞ്ഞ തല്ല്, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയും ബഹളമൊക്കെ ആയിട്ട് നിൽക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ എന്ത് ചെയ്തു? അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഇന്നി ലഅഅലമു കലിമ, എനിക്കൊരു വാക്കറിയാം, ലൗ ഖാലഹാ ലദഹബ അൻഹു മാ യജിദ്. നിങ്ങളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വന്നിട്ടുള്ള ഈ വികാരം നിങ്ങൾ നീങ്ങിപ്പോകുന്നതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ആട്ടിയകറ്റപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്നതാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ നമ്മൾ ദേഷ്യം പിടിക്കുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നമ്മൾ പറയേണ്ട ഒരു കാര്യമാണത്, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. 5-മത്തെ കാര്യമായി ദേഷ്യത്തെ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യമാണ് അൻ യുഗയ്യിറ ഹൈഅതഹു, അവൻ്റെ അവസ്ഥയിൽ ഒരു ചേഞ്ച് വരുത്തുക. അവൻ്റെ അവസ്ഥയിൽ ഒരു ചേഞ്ച് വരുത്തുക. പണ്ഡിതന്മാർ പറയുന്നു, അവൻ നിന്നുകൊണ്ടാണ് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് ഇരുന്നേക്കുക. വീട്ടിൽ നിന്നുകൊണ്ടാണ് ഭാര്യയോട് കയർത്ത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആളുകളോട് കയർത്ത് സംസാരിക്കുക, ഉടനെ ഒരു കസേര ഉണ്ടെങ്കിൽ ഒരു കട്ടിലുണ്ടെങ്കിൽ അവിടെ നേരെ ഇരുന്നേക്കുക. ഇരുന്ന അവസ്ഥയിലാണ് ദേഷ്യം, കിടന്നേക്കാം. ഇതാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഹദീസിൽ വന്നിട്ടുള്ള കാര്യം തന്നെയാണ്. ഇദാ ഗളിബ അഹദുക്കും ഫഇൻ കാന ഖായിമൻ ഫൽയജ്ലിസ്, നിങ്ങൾ ഒരാൾ നിന്നുകൊണ്ട് ദേഷ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യട്ടെ? ഇരിക്കട്ടെ അവൻ. ഫഇൻ ദഹബ ഗളബുഹു വഇല്ല ഫല്യൽതജ, അവൻ ഒന്നുകിൽ ആ കോപം പോവും, എന്നിട്ട് ഇരുന്നിട്ടും പോകുന്നില്ലെങ്കിലോ അവൻ എന്ത് ചെയ്യണം? കിടക്കട്ടെ എന്നാണ്. എന്നാൽ ഇന്ന് നേരെ അവസ്ഥയല്ല, തിരിച്ചല്ല ആളുകളുടെ അവസ്ഥ. ദേഷ്യം പിടിക്കുന്ന സമയത്ത് കിടക്കുന്ന ആൾ എണീറ്റ് അങ്ങ് ഇരിക്കും, ഇരിക്കുന്ന ആൾ എണീറ്റ് നിൽക്കും. അപ്പോൾ എന്താ സംഭവിക്കും? ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ എഴുന്നേറ്റ് നിന്ന് പിന്നെ അടിയും ബഹളമൊക്കെ ആകുന്നത്. നേരെ തിരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരെ തിരിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ബുദ്ധിയുള്ള ആളുകൾ ചെയ്യേണ്ടത് അങ്ങനെയാണ്. കാരണം നമ്മൾ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്താണ് നിയന്ത്രിക്കേണ്ടത്. നമ്മൾ ഇരുന്നേക്കണം, ആ സമയത്ത് ഇരുന്നേക്കണം. അള്ളാഹുവിൻ്റെ നല്ല തൗഫീഖുള്ള ആളുകൾക്കല്ലാതെ ഈ കോപം വരുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് മനസ്സിലാക്കി ചെയ്യാൻ സാധിക്കുകയില്ല. റബ്ബിനോട് എപ്പോഴും ദുആ കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. 6-മത്തെ കാര്യമായി പറയുന്നത്, നമ്മളൊന്നും പറയാൻ പാടില്ല, നമ്മൾ സാക്കിത്തായിരിക്കണം. ഇദാ ഗളിബ അഹദുക്കും ഫല്യസ്കുത്, ഒന്നും പറയരുത്. ആ സമയത്ത് ഒന്നും പറയരുത്. ഭയങ്കര ദേഷ്യം ഉണ്ടാകുന്ന സമയത്ത് ആ 1-2 മിനിറ്റ് അല്ലെങ്കിൽ 2-3 മിനിറ്റ് ഒരക്ഷരം പറയേണ്ടതില്ല, ഒന്നും പറയണ്ട, മിണ്ടാതെ നിൽക്കുക. ഈ സമയത്ത് ഞാൻ ഒന്നും പറയില്ല, ഒരു വർത്താനം ഞാൻ പറയില്ല എന്ന് ദേഷ്യം പിടിക്കുന്ന ആൾ ചിന്തിക്കുക. വലിയ ഹൈറായിരിക്കും. പിന്നീട് ആലോചിക്കുമ്പോൾ നമ്മൾ ഒരുപാട് രക്ഷപ്പെട്ടു. ഒരുപാട് ഹൈർ നമുക്ക് കിട്ടുന്ന കാര്യമാണ് നമ്മൾ മിണ്ടാതെ നിൽക്കുക. ആ സമയത്ത് ഒന്നും മിണ്ടാണ്ടതില്ല. അത് ഭാര്യയോട് ദേഷ്യം പിടിച്ചാൽ 5 മിനിറ്റ് ഒന്നും വർത്താനം പറയണം, മിണ്ടാതിരിക്കുക. അല്ലെങ്കിൽ മക്കളോട് ദേഷ്യം പിടിച്ചാൽ 5 മിനിറ്റ് മിണ്ടരുത്, ഒന്നും മിണ്ടരുത്. കാരണം ആ സമയത്ത് നമ്മൾ പറഞ്ഞാൽ അത് ഹൈറാണോ ഷർറാണോ നമുക്കറിയില്ല. മിക്കവാറും ഒരുപാട് ഷർറിലേക്ക് എത്തിക്കുന്ന വർത്താനൊക്കെ ആളുകൾ പറയും. നല്ല ദീനുള്ള ആളുകൾ വരെ ആ സമയത്ത് അവരുടെ നാവ് വളരെ മോശമായിപ്പോവും. നാവ് വളരെ മോശമായിപ്പോവും. പറഞ്ഞത് അവനൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ സംസാരങ്ങളൊക്കെ നടത്തും. അതുകൊണ്ട് മിണ്ടാതിരിക്കുക. ഇത് ഗളിബ അഹദുക്കും ഫല്യസ്കുത്, മിണ്ടണ്ട. ആ സമയം ഇപ്പം പറഞ്ഞിട്ട് ശരിയാവുന്നതൊക്കെ ചിലപ്പോൾ പിശാച് തോന്നിക്കും. ഇപ്പം പറഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിലായി, ഇപ്പം ഞാൻ ഇപ്പം തീരുമാനമാക്കണം. ആവശ്യമില്ല, മിണ്ടരുത്. പറയാനുള്ള അവസരമൊക്കെ പിന്നീടും ഉണ്ടാകും. മിണ്ടാതെ നിൽക്കുക. 7-മത്തെ പോയിൻ്റായിട്ട് പറയുന്നത് അയ്യഹ്റുജ്, അവന് ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ്. ചില മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, ഗളബി ഇൻദ നഅലി, എൻ്റെ കോപം എൻ്റെ ചെരുപ്പിൻ്റെ അടുത്താണ്. ഫഇദാ ഹദറ ലബിസ്തുഹുമാ വഖറജ്തു, എനിക്ക് കോപം വന്നാൽ ഞാൻ ചെരുപ്പ് നേരെ എടുത്ത് ധരിച്ചിട്ട് പുറത്തേക്ക് പോകും. ഇത് നല്ല ഉപകാരമുള്ള കാര്യമാണ്. ഭയങ്കര കോപമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ വീട്ടിൽ നിൽക്കണ്ട, ഒന്ന് ഇറങ്ങിപ്പോയിക്കോളും, ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ ഒരു പ്രശ്നങ്ങളോ ബഹളങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവില്ല. നിങ്ങളെ സംസാരം ഉണ്ടാവില്ല, അടിപിടി ബഹളങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ചില സാഹചര്യത്തിൽ എത്ര വരെയാണ് ആളുകൾ കോപിച്ചെത്തുന്നത് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞല്ലോ.
കൊലപാതകങ്ങളിലേക്ക് വരെ ചില കോപങ്ങൾ എത്തുന്നുണ്ട്. രണ്ടാളുകൾ തർക്കത്തിൽ ഒന്നുമില്ല, ഒരു മുൻ പരിചയം പോലും ഇല്ലാത്ത ആളുകൾ വരെ ചിലപ്പോൾ രണ്ട് വാഹനം തട്ടിയിട്ട് അതിൻ്റെ പേരിൽ വർത്തമാനം പറഞ്ഞ് അതിൻ്റെ പേരിൽ ദേഷ്യം, അല്ലെങ്കിൽ നേരത്തെ ഉള്ളൊരു മുൻവൈരാഗ്യങ്ങളൊന്നുമില്ല, അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അത്രയില്ല, ഈ രണ്ട് വർത്തമാനം പറഞ്ഞ് ദേഷ്യം പിടിച്ചപ്പോൾ പറ്റിയില്ല, ഉടനെ തന്നെ എന്തെങ്കിലും എടുത്ത് അടിച്ച് ബഹളായി, അത് ചിലപ്പം മരണത്തിലേക്ക് വരെ എത്തുന്ന സാഹചര്യങ്ങൾ സഹോദരങ്ങളെ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും കേൾക്കുന്നതാണ്, ലോകത്ത് പല സ്ഥലത്തും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവിടെ നിൽക്കാതെ മാറിയിരിക്കാൻ പറ്റുമെങ്കിൽ, നല്ല ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ വേഗം അവിടത്തേക്ക് മാറിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവസാനത്തെ ഒരു പോയിൻ്റായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് അയ്യതദക്കർ അന്നൽ ഖുവത ഫി മലക്കിൻ നഫ്സി ഇൻദൽ ഖദർ, സ്വന്തത്തെ പിടിച്ചു വെക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് മനസ്സിലാക്കുക. ഹദീസിൽ വന്നല്ലോ, ലൈസ ശദീദു ബിസ്സുറഅ, മൽപ്പിടുത്തത്തിൽ എതിരാളിയെ നിലംപരിശാക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ബലവാൻ. വഇന്നമ ശദീദു അല്ലദി യംലികു നഫ്സഹു ഇൻദൽ ഖദർ, യഥാർത്ഥ ബലവാൻ എന്ന് പറയുന്നത് അവൻ സ്വന്തത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നവനാണ്. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തവൻ എത്ര വലിയ കിലോ പൊന്തിച്ചിട്ടോ അല്ലെങ്കിൽ എത്ര വലിയ വെയിറ്റുള്ളവനെ താഴേക്ക് പിടിച്ചിട്ടിട്ടോ അവൻ വലിയ ആളായിട്ടല്ലേ. സ്വന്തം നഫ്സിനെ നിനക്ക് ആദ്യം പിടിച്ചു വെക്കാൻ പറ്റണ്ടേ. നീ നിൻ്റെ നഫ്സിനെ നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല, കാരണം ഈ ദേഷ്യം പിടിച്ചൊന്നും ഇവന് പിന്നീട് ഇഷ്ടമല്ല, ആ സമയത്ത് സംഭവിച്ചു പോയതാണെന്ന് പറയും. അത് നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നീ എന്ത് ബലവാനാണ്, നീ എന്ത് ബലവാൻ. അത് ആ ഒരു ബലം കൊണ്ട് കാര്യമില്ല. അപ്പം അവനവനെ നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബലവാൻ എന്ന് പറയുന്നത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ കാര്യം അവൻ ചിന്തിക്കുക. ഈ 8 കാര്യങ്ങൾ സഹോദരങ്ങളെ ദേഷ്യത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താനുള്ള ചികിത്സകളാണ് എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഗ്ലബ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ വ്യക്തി പിന്നെയും വന്ന് ചോദിക്കുകയാണ് എന്നാണ്. അതായത് ഇയാൾ ഔസിന് എനിക്ക് ബലവത്തായൊരു ഉപകാരമുള്ള സമഗ്രമായൊരു ഉപദേശം നൽകണമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് ലാ തഗ്ലബ് എന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ചില സമയങ്ങളിൽ അവിടുന്ന് പൊതുവായ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഒരു വ്യക്തിക്ക് ഇന്ന ഉപദേശങ്ങൾ ആവശ്യമാണെന്ന് കാണുമ്പോൾ അത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് അവിടുന്ന് നേരത്തെ അറിഞ്ഞിരിക്കണം, ഇയാൾക്ക് ഇങ്ങനെ ഒരു ദേഷ്യത്തിൻ്റെ പ്രശ്നമുണ്ട് എന്നുള്ളത്. അത് ലാ തഗ്ലബ് പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം ചില റിവായത്തിൽ കാണാം, ഇദ്ദേഹം പുറത്തേക്ക് പോയി വീണ്ടും മറ്റൊരു ഉപദേശം കൂടി എനിക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു കൊടുത്തത് ലാ തഗ്ലബ് തന്നെ. കാരണം എന്താണ്, ഈ വ്യക്തിക്ക് ഇനിയും ആവശ്യമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയാം. ഈ വ്യക്തിക്ക് ശരിക്കും മനസ്സിലാവണം. ഇദ്ദേഹം വീണ്ടും പുറത്തു പോയി ഇനി എന്തെങ്കിലും ഉപദേശമുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ്. അവിടുന്ന് വീണ്ടും പറഞ്ഞു ലാ തഗ്ലബ്, നീ കോപിക്കരുത് എന്നാണ്. ചിന്തിച്ചു നോക്കുക, അയാൾക്ക് അപ്പോൾ അത്രയും മനസ്സിൽ അത് കൊണ്ടിട്ടുണ്ടാകണം. എന്നോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം കോപിക്കരുത് എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ അത്രയും ആവശ്യക്കാരനാണെന്ന് ആ മനുഷ്യൻ ശരിക്കും മനസ്സിലാക്കണം. അതാണ് ഫറദ്ദത മിറാറൻ, ഒന്നിലധികം പ്രാവശ്യം അത് ആവർത്തിക്കുകയും ഒന്നിലധികം പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയാണ്, ലാ തഗ്ലബ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഗൗരവമുള്ള കാര്യമാണ്. ഈ 3 പ്രാവശ്യത്തെ ഉപദേശം എന്ന് പറയുന്നത് അത് ആ സ്വഹാബിക്ക് മാത്രമുള്ളതല്ല, അതേപോലെ കോപം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട എല്ലാ ആളുകളും ചിന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എനിക്കിങ്ങനെ ഒരു വസിയത്ത് നൽകിയിട്ടുണ്ട്, കോപിക്കരുത് എന്ന് പറയുന്ന വസിയത്ത് നൽകിയിട്ടുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു വിശേഷണം നമ്മൾ ശരിക്ക് മനസ്സിലാക്കി ഈ ശരിക്ക് ഉപയോഗപ്പെടുത്തിയാൽ, അത് കോപിക്കുക എന്ന് പറയുന്ന ഈ ഒരു കാര്യം നമ്മൾ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ, ദീനിൻ്റെ മാർഗത്തിൽ കോപിക്കുകയും അതുപോലെ മറ്റു കാര്യങ്ങളിൽ ഉണ്ടാകുന്ന കോപത്തിൽ നമ്മൾ പിടിച്ചു വെക്കുകയും ചെയ്താൽ നമ്മൾ സൽസ്വഭാവങ്ങളിൽ വലിയ ഉന്നതമായ സൽസ്വഭാവം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ നമ്മൾ എത്ര അറിവുണ്ടെങ്കിലും ശരി, എത്ര നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നെങ്കിലും ശരി, നമ്മൾ വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമുള്ള ആളായിട്ടേ പരിഗണിക്കപ്പെടുകയുള്ളൂ. അവനവൻ്റെ ദേഷ്യം പിടിച്ചു വെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവനുണ്ടായ അറിവോ അല്ലെങ്കിൽ അവനുണ്ടായ സൽക്കർമ്മങ്ങൾ മറ്റോ ഒന്നും സഹോദരങ്ങളെ അത് എന്ത് ചെയ്യില്ല, അവൻ്റെ സ്ഥാനം ഉയർത്തുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നാളെ മീസാനിൽ തുലാസിൽ ഏറ്റവും കൂടുതൽ അതിനെ ഭാരമുള്ളതാക്കുന്നത് തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുലുഖ്, ഒന്ന് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മുത്തഖിയായി അവൻ തീരുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഹുസ്നുൽ ഖുലുഖാണ്, സൽസ്വഭാവമാണ്. കാരണം സൽസ്വഭാവം അത് സഹോദരങ്ങളെ ഒരുപാട് നിസ്സാരമായ സൽക്കർമ്മങ്ങളെ ഉന്നതമായ പ്രതിഫലമുള്ള കാര്യങ്ങളാക്കി തീർക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കർമ്മങ്ങളെ അത് ബാത്തിലാക്കി കളയുന്നതിൽ നിന്നും, അത് ഇല്ലാതാക്കി കളയുന്നതിൽ നിന്നും നമ്മൾ സൽസ്വഭാവം നമ്മൾ തടയുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ ഒരു ഭാഗത്ത് നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യും, ഇപ്പുറത്ത് മോശപ്പെട്ട ദേഷ്യം പിടിച്ചുകൊണ്ടും ആളുകൾ കുത്തുവാക്ക് പറഞ്ഞുകൊണ്ടും പ്രയാസപ്പെടുത്തിക്കൊണ്ടൊക്കെ നമ്മൾ ആ കർമ്മങ്ങൾ കളയുന്ന അവസ്ഥ ഉണ്ടാകും.
വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മൾ നല്ല അറിവ് പഠിച്ചു, നല്ല മനസ്സിലാക്കി, നമ്മൾ നല്ല 5 നേരം നിസ്കരിച്ചു, തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടാവും, എന്നാൽ ദേഷ്യം നമുക്ക് അത് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ ഉണ്ടാക്കുന്ന സൽക്കർമ്മങ്ങളെല്ലാം മറ്റൊരു നിലക്ക് പൊളിച്ചു കളയുന്നതിന് തുല്യമായിരിക്കും. നാളെ പരലോകത്തെത്തിയ സമയത്ത് നമ്മൾ ഇന്നാളോട് ദേഷ്യം പിടിച്ചു, ഇന്നാളോട് ദേഷ്യം പിടിക്കാന്ന് പറഞ്ഞാൽ അവിടെ തീരുന്നൊരു കാര്യമല്ലല്ലോ. ചിലപ്പോൾ അയാളോട് എന്തെങ്കിലും ദുൽമ ചെയ്തിട്ടുണ്ടാവും, അയാളെ ആക്ഷേപിച്ച് അയാളെ മോശം പറഞ്ഞിട്ടുണ്ടാവും, കുത്തുവാക്ക് പറഞ്ഞിട്ടുണ്ടാവും, പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകും. ഇതൊക്കെ ദേഷ്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരുപാട് തിന്മകളാണ്. ഇതൊക്കെ ചെയ്ത് നമ്മൾ ഇപ്പുറത്തുനിന്ന് ഉണ്ടാക്കിയ സൽക്കർമ്മങ്ങളൊക്കെ പാഴാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള കാര്യമാണ് ദേഷ്യത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കേട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന അൽ കാളിമീൻ അൽ ഗൈദ്, കോപത്തെ പിടിച്ചു വെക്കുന്ന ആളുകളെന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാനം നമ്മൾ ഓരോരുത്തർക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.